സ്ഥിരീകരിച്ചിരിക്കുന്നു. കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ തന്നെ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഉമറിന്റെ DNA പരിശോധനാ ഫലം ലഭിച്ചു. അതേസമയം സ്ഫോടന കേസിൽ ഒരു ഡോക്ടറെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീർ സ്വദേശിയായ ഡോക്ടർ മുഹമ്മദ് ആരിഫാണ് പിടിയിലായത്. ഭീകരാക്രമണത്തിന് പിന്നിൽ വൻ ആസൂത്രണം നടന്നുവെന്നും NIA കണ്ടെത്തലുണ്ട്. ശരത് ലാൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശരത്ത്, നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക്. അതെ സേതുലക്ഷ്മി, ഈ DNA പരിശോധന ഫലം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. കാർ ഓടിച്ചത് ഉമ്മറാണെന്ന് നേരത്തെ തന്നെ ഡോക്ടർ ഉമറാണെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കാറിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ കാറിൻ്റെ അവശിഷ്ടങ്ങളിൽ ലഭിച്ച DNA അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മൃതശരീര അവശിഷ്ടങ്ങൾ DNA ടെസ്റ്റ് നടത്തിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇത് വളരെ വലിയ ആസൂത്രിതമായ ഒരു സ്ഫോടനത്തിനാണ് ഈ വൈറ്റ് കോളർ ടെറർ ഗ്രൂപ്പുകൾ തയ്യാറെടുത്തിരിക്കുന്നത്. കാരണം ഇതനുസരിച്ച് ഈ ഡോക്ടർ ഉമർ കഴിഞ്ഞ പ്രാവശ്യം ജനുവരിയിൽ 2 തവണ റെഡ് ഫോർട്ട് സന്ദർശിച്ചു. അതേപോലെ തന്നെ ഡിസംബർ 6 ബാബറി മസ്ജിദ് ദിനത്തിൽ ഡൽഹി നഗരത്തിൽ 5 സ്ഥലത്ത് സ്ഫോടനം നടത്താനുള്ള പദ്ധതി ഇട്ടു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന പദ്ധതി. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ്, അതേപോലെ മയൂർവല്ലി റോ ആസ്ഥാനം, ഇതടക്കമുള്ള ചെങ്കോട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരേ സമയം 5 സ്ഫോടനങ്ങൾക്കാണ് ഇത് ലഷ്കർ-എ മോഡൽസ് അല്ലെങ്കിൽ ലഷ്കർ-എ സ്ലീപ്പിംഗ് സെല്ലുകൾ പ്ലാൻ ചെയ്തത്. ഇത് സംബന്ധിച്ചുള്ള ഇതിനു വേണ്ടിയുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഫരീദാബാദിൽ നിന്ന് കണ്ടെടുത്ത 2ാമത്തെ കാറുണ്ട്, ചുവന്ന നിറത്തുള്ള എക്കോ സ്പോട്ട്. ഈ കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെ പൊടി അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ട്. അതായത് സ്ഫോടക വസ്തുക്കൾ കടത്താനാണ് ഈ കാർ ഉപയോഗിച്ചത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് 2 അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്ന കാര്യം, 2 കാറുകൾ, 2 വാടക വീടുകൾ, അതേസമയം തന്നെ യൂണിവേഴ്സിറ്റിയിലെ 13ാം നമ്പർ റൂം കേന്ദ്രീകരിച്ചിട്ടുള്ള ബോംബ് നിർമ്മാണത്തിലെ സാമഗ്രികൾ സൂക്ഷിച്ച് തുടങ്ങിയ നിരവധി സംശയങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഫോടനം നടത്താനുള്ള പദ്ധതികളായിരുന്നു. ആ പദ്ധതികളാണ് ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. ചേർത്ത് അതിനോടൊപ്പം തന്നെ ഇപ്പം ചെങ്കോട്ടയിലുണ്ടായ ഈ സ്ഫോടനം, അതേപോലെ ഫരീദാബാദിൽ നടത്തിയ റെയ്ഡ്, അവിടെ നിന്നും പിടിച്ചെടുത്ത കാര്യങ്ങൾ, പുൽവാമയിൽ നടത്തിയ റെയ്ഡ്, അവിടെ നിന്നും പിടിച്ചെടുത്ത കാര്യങ്ങൾ, ഇതെല്ലാം തമ്മിലുള്ള കണക്ഷൻ അത് പറയുന്നുണ്ടോ NIA? അതെ, പൂർണ്ണരൂപത്തിൽ ഇവരെ, കാരണം പുൽവാമയിൽ നിന്ന്, അതായത് ജമ്മു കാശ്മീർ പോലീസാണ്, ജമ്മു കാശ്മീർ ശ്രീനഗർ SP നടത്തിയ ഒരു അന്വേഷണമാണ് ഇതിലേക്ക് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. 3 പോസ്റ്ററുകൾ പതിച്ചു. ആ പോസ്റ്റർ ആര് പതിച്ചു എന്നുള്ള അന്വേഷണത്തെ തുടർന്നാണ് അതിൻ്റെ ബന്ധങ്ങൾ ഡൽഹിയിലേക്കും ഫരീദാബാദിലേക്കും എത്തുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം അറസ്റ്റുകളും ഇത്രയും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്താൻ കഴിഞ്ഞത്. ഇനിയും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി NIA അന്വേഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി, 26 ലക്ഷം രൂപ ഉമറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിവിധ സമയങ്ങളിൽ ക്യാഷായി പിൻവലിച്ചിട്ടുണ്ട് 1 വർഷത്തിനിടെ എന്നതാണ് വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ തുക ഉപയോഗിച്ചായിരിക്കാം ഈ സ്ഫോടക വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയത് എന്നാണ് ഇപ്പോൾ NIA സംശയിക്കുന്നത്. ഏതായാലും ഉമർ അല്ല കേന്ദ്രബിന്ദു, അതിന് മുകളിൽ ആരെയോ ഉണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്ലീപ്പർ സെല്ല് ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള നിഴലിലേക്കാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ശ്രീലക്ഷ്മി, ഇനി ആരാണ് ഇതിന്റെയൊക്കെ മുഖ്യ സൂത്രധാരൻ എന്നതിലേക്കാണ് അന്വേഷണം നീളുന്നത്. ആ സൂത്രധാരനെ, ആ വേരുകൾ തേടിയുള്ള പോക്കാണ് NIAക്ക്. നിർണായകമായ കണ്ടെത്തലുകൾ വരുന്നു, സ്ഥിരീകരണങ്ങൾ വരുന്നു, വിലയിരുത്തലുകൾ വരുന്നു. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള.